الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون സർവാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ജീവിതത്തിൽ തെളിമയോടെ കലർപ്പില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന തഖ്വയുമാണ് നമ്മെ അല്ലാഹുവിന്റെ മുന്നിൽ വേണ്ടപ്പെട്ടവരും ഉന്നതരും സർവാദരണീയരുമാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈമാൻ കൈവിടാത്ത തഖ്വയെ എപ്പോഴും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന നിർമ്മലരായ വിശ്വാസികളായി തീരാൻ, മുത്തഖികളായി തീരാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് ജല്ല ജലാലായ അല്ലാഹു മറ്റേത് സൗഭാഗ്യങ്ങളെക്കാളും മറ്റേത് നിഅമത്തുകളെക്കാളും തഖ്വയെ ചേർത്ത് പിടിക്കുന്ന തഖ്വ എന്ന അനുഗ്രഹം കൊണ്ട് നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഇഹലോകത്ത് മനുഷ്യൻ ജീവിക്കേണ്ടതെങ്ങനെ, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ മാനവരുടെ മുന്നിൽ കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാർ അവർ സംസാരിച്ച നേരിട്ട ജനതതികളോട് അതാത് സമൂഹങ്ങളോടൊക്കെ സംസാരിച്ചതായി ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അവിടെ ഈ പ്രവാചകന്മാർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർഗവും നരകവും. അവരെല്ലാം ഒരുപോലെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ ആവശ്യം വേണ്ടത് സ്വർഗമാണ്.
അവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതിൽ നിന്നുമാണ്. ഓരോ പ്രവാചകന്മാർ വരുമ്പോൾ അതത് സമൂഹങ്ങൾക്ക് പ്രത്യേകമായി അവിടെ സ്വർഗ നരക സംവിധാനങ്ങൾ ഇല്ല. മാനവകുലത്തെ സംബന്ധിച്ചിടത്തോളം ചിന്താശേഷിയുള്ള, മനന കഴിവുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുക്കി വച്ചിട്ടിരിക്കുന്ന ഈ രണ്ട് സംവിധാനങ്ങൾ, അത് സുഹൃതം ചെയ്ത മനുഷ്യർക്ക് സ്വർഗമാണ് എങ്കിൽ, ദുഷ്ടതയും ദുഷിപ്പും നിറഞ്ഞ ജീവിതം ഉള്ള ആളുകൾക്ക് നരകമാണ് എന്നുമാണ് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർക്ക് അവർ പല ആയുസ്സിൽ ജീവിച്ച ആളുകളുണ്ട്, അല്ലെ? ഇപ്പൊ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ്സിനെ കുറിച്ച്, പ്രായത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അത് 950 വർഷമാണ്. അത് കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. വായിച്ച ഓർമ്മ അനുസരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത് 960 വർഷമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് കൂടെ പ്രവാചകന്മാർ, അവസാനം മാനവകുലത്തിന് അന്തിമ പ്രവാചകനായി ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഒരു വേദഗ്രന്ഥം ഇല്ല. പ്രവാചകന്റെ അരുളുമായി അവസാനം വന്ന ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്മാർ വരെ വ്യത്യസ്ത ആയുസ്സിലും കാലഘട്ടങ്ങളിലും ജീവിച്ച മനുഷ്യർ. ഇവർക്കൊക്കെയും ഉള്ളത് ഈ സ്വർഗമാണ്. 960 കൊല്ലം ജീവിച്ച ആൾക്ക് ഒരു സ്വർഗം, 63 വയസ്സ് വരെ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന സമൂഹത്തിന് മറ്റൊരു സ്വർഗം, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പലപ്പോഴും ഇത്രയും ദൈർഘ്യമുള്ളൊരു ജീവിത കാലയളവ് ലഭിച്ച് അത്രയും കാലം സൽക്കർമ്മങ്ങൾ ചെയ്ത ആൾക്കും, എന്നാൽ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഒക്കെ ജീവിച്ച ആൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്ത് കിട്ടേണ്ട സ്വർഗം അത് ഒരൊറ്റ സ്വർഗമാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉമ്മത്തിന്റെ ആയുസ്, അഅ്മാറു ഉമ്മത്തി 60 വ 70, എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 60-70 ആ പരിധിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞു, 950 കൊല്ലം ജീവിച്ച മനുഷ്യർക്കും വിശ്വാസികൾക്കും 60-70 കൊല്ലം ജീവിച്ച വിശ്വാസികൾക്കും ഒരുപോലെ ലഭിക്കുന്നത് സ്വർഗമാണ്. അപ്പൊ ഈ പ്രായ വ്യത്യാസത്തെ അതിജയിക്കാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൈവരുന്നത്? ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ പലപ്പോഴും, നിങ്ങൾ ചിന്തിക്കണ്ടോന്നറിയില്ല, ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ വരണമല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കും, എന്ത് വേഗതയിലാണ് ഈ വെള്ളി പോകുന്നത്, അല്ലെ? സാധാരണ പറയാൻ, നിങ്ങളോട് 4 വാക്ക് പറയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ ഈ ആഴ്ച പറയാനും പറ്റൂല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആലോചിക്കും, എന്ത് വേഗതയാണ് ആഴ്ചകൾക്ക്. ശരി, എന്നാലും നമ്മൾക്ക് എത്ര ആയുസുണ്ട്? നമ്മുടെ വാപ്പമാർക്ക് എത്ര ആയുസുണ്ട്? ഇപ്പൊ പഴയ കാലത്ത് ആയുസ്സൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു, അല്ലേ? പണ്ട് കാലത്ത് അധ്വാനത്തിന്റെയും നല്ല ഭക്ഷണത്തിന്റെയും ദുഷിച്ച ഭക്ഷണശീലങ്ങൾ അന്നൊന്നും കാര്യമായി ഇല്ലാതിരുന്നത് കൊണ്ടുമൊക്കെ ആയുസിന്റെ ദൈർഘ്യം അന്ന് കൂടുതലായിരുന്നു. കുറഞ്ഞ കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് എങ്ങനെയാണ് ഒരു മികച്ച ഒരു ജീവിതകാലം നമുക്ക് വിശ്വാസികൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തുകളിൽ, സമൂഹങ്ങളിൽ, നൂഹ് നബിയുടെ സമുദായമല്ലേ, ലൂത്ത് നബിയുടെ സമുദായമല്ലേ ഉണ്ട്, സ്വാലിഹ് നബിയുടെ സമുദായമില്ലേ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായമില്ലേ, അങ്ങനെ അറിയപ്പെട്ട തന്നെ പ്രവാചകന്മാർ, ഖുർആൻ പരാമർശിച്ച പ്രവാചകന്മാരുടെ ജനതതികളും ജനസമൂഹങ്ങളും ആ പ്രവാചകർ അഭിമുഖീകരിച്ച ആളുകളൊക്കെ ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ആദ്യം പോകുന്ന സമുദായം ആരാ? ഉമ്മത്തി.
960 കൊല്ലം ജീവിച്ച ഉമ്മത്തല്ല. ഈ 60-70 ഇടയിലൊക്കെ ശരാശരി മരണപ്പെട്ടു പോയ ആളുകളാണ്, ആ സമുദായമാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കപ്പെടുക. എങ്ങനെ കണക്കൂട്ടിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ കാരണമെന്ന്? ഒന്നുമില്ല. നമ്മൾ സംഘടിതമായി നിർവഹിക്കുന്ന 5 നേരത്തെ നിസ്കാരം ഉണ്ടല്ലോ, 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നമ്മൾ നിസ്കരിക്കാം. എവിടെ? അള്ളാഹുവിന്റെ ഭവനത്തിൽ. വീട്ടിലാണോ? അല്ല, പടച്ചവന്റെ വീട്ടിൽ സംഘടിതമായി നിർവഹിക്കുന്ന 5 നേരത്തെ ഓരോ ജമാഅത്തിനും 27 ഇരട്ടി ആണ് പ്രതിഫലം കൂടുതൽ. സാധാരണ നമ്മൾ ഈ ബ്രാൻഡഡും അല്ലാത്തതുമായ ഷർട്ട്സോ പാന്റ് അതുപോലെ തന്നെ ഷൂസ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്തുണ്ടല്ല, ബൈ 1 get 1 ഫ്രീ. കച്ചവടക്കാരൊക്കെ എന്റെ മുന്നിലുണ്ട്, അവർക്കറിയാം. ചിലപ്പോൾ ഉദാരതയോടുകൂടി 1 എടുത്താൽ 2 ഫ്രീ. ഒരു ഷർട്ട് എടുത്താൽ, ഞാനൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്, നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ കാര്യം? ഒരു വസ്ത്രം എടുക്കുമ്പോൾ മറ്റൊരു വസ്ത്രം, ഒരു ചെരുപ്പ് എടുക്കുമ്പോൾ മറ്റൊരു ചെരുപ്പ് ഫ്രീ. അങ്ങനെ ചില ഉദ്ഘാടന ദിവസം ഫ്രീ കൊടുത്ത ഉദ്ഘാടന ദിവസത്തിന്റെ മഹത്വമൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ ഇടിയാണ് ബഹളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു നേരത്തെ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ച് 27 ഇരട്ടി കൂലി. ഒരു ഷർട്ട് എടുത്താൽ 27 ഷർട്ട്. നിൽക്കാൻ നേരം ഉണ്ടാവോ? പള്ളിയിൽ ആളുണ്ടാവോ? ഷോപ്പിംഗ് മാളിൽ നമ്മൾ പോരോ? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കൽപ്പന തികച്ചും ലോജിക്കാണ്. ഒരു മനുഷ്യന്റെ സമർപ്പണമാണ് അവന്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം എന്ന് പറയുന്ന ആ സമയത്തിൽ നിന്ന് അവൻ മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു സമയമാണെന്ത്? ആ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിന് വരുന്ന 5, 6, 7 മിനിറ്റുകൾ. നമസ്കാരം ദീർഘിപ്പിച്ച് നിസ്കരിക്കലുണ്ടോ? ഇല്ലല്ലോ. വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും. ബഹർ 6 റക്അത്തുള്ള നമസ്കാരമല്ല ഏറ്റവും വലുത്. എത്ര സമയമാണ് അതിന്? അത് ജമാഅത്തിൽ ഇമാമിന്റെ പിന്നിൽ വന്ന് നമസ്കരിച്ച ഒരു മനുഷ്യൻ ഇവിടെ നിന്നാണ്ട് ഇറങ്ങി പോകുമ്പോൾ അവന്റെ നിയ്യത്ത് ശരിയാണെങ്കിൽ, അവൻ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചോൻ പ്രിയപ്പെട്ടവനാണ് എങ്കിൽ, അവന്റെ ഉദ്ദേശശുദ്ധി കളങ്കം ഇല്ലാത്തതാണ് എങ്കിൽ, ഒരു നിസ്കാരത്തിന്റെ കൂലിക്ക് അവൻ നേടിപ്പോകുന്നത് എത്രയാണ്? 27 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ദുനിയാവിൽ ഒരു വിശ്വാസിക്ക് നേരിടുന്ന ഏറ്റവും വലിയ മുസീബത്ത്, നമ്മൾ പ്രാർത്ഥിക്കൂല, പടച്ചോനെ ബലാ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. നമ്മുടെ വല്യമ്മ പ്രാർത്ഥിക്കും, വല്യപ്പ പ്രാർത്ഥിക്കും, നമ്മളങ്ങനെ പ്രാർത്ഥിക്കരുത്. പടച്ചോനെ ബലാ മുസീബത്ത് എന്ന് വെച്ചാൽ പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, പെട്ടെന്ന് ജീവിതത്തെ തകർന്ന് തരിപ്പണമാക്കുന്ന അപകടങ്ങൾ, രോഗങ്ങൾ. ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ നിയന്ത്രണത്തിൽ വല്ല കാര്യമുണ്ടോ? എത്ര ഗർവും അഹങ്കാരത്തോടും സംസാരിക്കുന്ന, നാവിനൊരു ക്ഷീണവുമില്ലാതെ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ നമ്മള്. നമുക്ക് വല്ല ക്ഷീണവും തോന്നലുണ്ടോ? ഇല്ലല്ലോ. വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ചെറുപ്പക്കാരായ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുക, പെട്ടെന്നാണ് കുഴഞ്ഞു വീഴുന്നത്. ഒരു സഹോദരി കഴിഞ്ഞ 3-4 ദിവസം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. പെട്ടെന്ന് കുഴഞ്ഞു വീണു, ഒരു വശം തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു, ഈ ശസ്ത്രക്രിയ നടത്തിയാൽ 15% മാത്രമേ പ്രതീക്ഷയുള്ളൂ. 15% പ്രതീക്ഷയുള്ളൂ, നടത്തണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മക്കൾക്ക് നിർബന്ധം നടത്തണം, നടത്തി. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, കോമയിലാണ്. അല്പാൽപ്പം പ്രതികരിക്കുന്നുണ്ട് എന്നാണ് പറയണം. ഈ വെള്ളിയാഴ്ച നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്തസ്സോടുകൂടി ജോലി ചെയ്ത് ആ മക്കളെയും പോറ്റി ഭർത്താവിനുള്ള സേവനങ്ങൾ ചെയ്ത് കുടുംബത്തിന്റെ താങ്ങും തണലും അത്താണിയും വെളിച്ചവും പ്രകാശവുമായി നിന്ന നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഭാര്യമാരെ പോലെ ഒരു സഹോദരന്റെ ഭാര്യയാണ്. കണ്ടാൽ കാഴ്ചയിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളാണ്. ഒന്നും നമ്മുടെ കയ്യിൽ. ഇവിടെയാണ് ഒരല്പം ഒരു സൗജന്യമോ ഒരു റിഡക്ഷനോ ഒരു ഇളവോ നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര ദൂരത്തുനിന്നും വണ്ടി വിളിച്ച് നമ്മളവിടെ പോയി ആ സൗജന്യം നമ്മൾ നേടാൻ നേരത്ത് അള്ളാഹു പറയാണ് ഒരു മനുഷ്യന്റെ ആയുസ്. നമ്മുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പോണവരെന്തായാലും അറിയാലോ. അപ്പൊ എല്ലാവരും പോകും അങ്ങോട്ട്. നമ്മളിവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരെല്ലാവരും അവിടെ ചെല്ലോ? ഇല്ലല്ലോ. ആ പോണവരുടെ കാര്യം റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിങ്ങളായിരിക്കും
ഏതേത് പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ നിന്ന് സ്വർഗത്തിൽ പോണോ അതിൽ എന്റെ ഉമ്മത്തിലുള്ളവരൊക്കെ ആദ്യം പോവാം. എന്താ കാര്യം? അവർ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊരു വക്ത് നിസ്കരിച്ചതും പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആയിരിക്കും വീട്ടിൽ നിസ്കരിച്ചു. അവർക്ക് നേരമല്ല, ഒരു ബിസിനസ് കാര്യങ്ങളായിരിക്കും, വലിയ ഓഫീസിൽ നിസ്കരിച്ചു. തൊട്ടടുത്ത് പള്ളിയുണ്ട്. സമയം കിട്ടാനിട്ടാണോ? ഇല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അവിടെ അക്കൗണ്ട് വെച്ച് കൂട്ടി നോക്കുമ്പോ ഈ ചങ്ങാതി വലിയ വരുമാനമില്ലാത്ത ചങ്ങാതി, ചെറിയ 4 പെൺകുട്ടികളുള്ള കണ്ണൂരിലുള്ള ഒരു സഹോദരനെ അറിയാം. എന്താ പണിയെന്നറിയോ? റോഡിന്റെ സൈഡിൽ പച്ചക്കറി വിൽക്കുന്ന ആളാണ്. ബാങ്ക് അവിടെ കൊടുക്കുമ്പോ അയാളുടെ കയ്യിലൊരു തുണിയുണ്ട്. അത് ആ പച്ചക്കറിയിലേക്കാണ്ട് മൂടിയിട്ട് ബിസ്മില്ല പള്ളിയിലേക്ക് പോവാം. 4 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. പറയാനാണെങ്കിൽ വലിയ ചരിത്ര, എങ്കിലും 4 പെൺകുട്ടികളെയും വിവാഹം കഴിക്കപ്പെട്ടിട്ടുള്ളത് സമ്പന്നരായ ആളുകളാണ്. ഈ പെൺകുട്ടികളുടെ വാപ്പാടെ ജോലി എന്താ? റോഡരികിലുള്ള പച്ചക്കറിയാ. അറ്റ് എസ്റ്റാബ്ലിഷ്ഡ് അല്ല, അങ്ങനെ ഒരു റെപ്യൂട്ടഡ് ആയ സ്ഥാപനമാണോ? അല്ല. നാളെ വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. എന്ത്? ഞാൻ ഈ ജമാഅത്തിനും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത് ഏതു വഴിയിൽ ഇന്നും അറിയാത്ത പാമരന്മാരായ പണക്കാരും കച്ചവടക്കാരും തിരക്കുകാരുമാണ് നമ്മൾ. ശരിയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാചകം ഞാൻ പറയാം. ശറഈയായ കാരണങ്ങളുണ്ട് എങ്കിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഈ മിമ്പറിൽ നിന്ന് അങ്ങനെ ഒരു കാലത്തും ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു വക്കത്താണ് ജമാഅത്തിന് പോകാൻ സാധിച്ചതെങ്കിൽ ഒരു വക്കത്ത് എത്രയോ കൂലി? 27 ഇരട്ടി കൂലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 27 ദിവസമാവും. കണക്കൂട്ടിക്കോ. ഒരു മാസം നമുക്ക് 27 മാസമാവും. ഒരു കൊല്ലം നമുക്ക് 27 കൊല്ലാവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണക്ക് സത്യസന്ധമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വിശ്വാസമില്ലാത്തവന് ജമാഅത്ത് നിസ്കാരം പുല്ലുവല, ഒള്ളി ജുമാ, ആ സമയം അതും ആ തീരാ നേരത്ത് വരും. അവസാനം അതാ റുക്കുവിന്റെ സമയത്ത് വരാൻ ഈ സന്തോഷമായി. കാരണം ഈ നിപ്പ് ഇങ്ങനെ നിൽക്കണ്ട, അത് ഓടണ കേൾക്കണ്ട. ആ റുക്കുവിന് തൊട്ട് മുന്നിൽ വരാൻ ഈ സന്തോഷമായി. ജുമക്ക് പോയോന്ന് വെച്ചാൽ പോയി. 60 വയസ്സുള്ള ഒരാൾക്ക് എത്ര കൊല്ലം കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇപ്പൊ വേണ്ട, നിസ്കാരം കഴിയുമ്പോൾ കണക്കൂട്ടിക്കോ. ഒരു കൊല്ലം ഒരാൾക്ക് 27 കൊല്ലം. അപ്പൊ 60 വയസ്സുള്ള ആളുടെ 5 വയസ്സ് കുറച്ചോ? 5 വയസ്സ് എന്തിനാ? 5-ാം വയസ്സ് വരെ ഈ നിസ്കാരവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, കുഞ്ഞു വാവയല്ലേ. അത് കഴിഞ്ഞപ്പോ വാപ്പാടെ കൈ പിടിച്ച് നിസ്കരിക്കാൻ പോയതാ. ചിലപ്പോ 2 സുജൂദ് ചെയ്തിട്ടുണ്ടാവും. പടച്ചോൻ കൂലി അവിടെ നിന്നേ കൊടുക്കും. ആ കുഞ്ഞുമോന്റെ വളർച്ചയിലെല്ലാം ആ തെളിച്ച നമുക്ക് കാണാൻ സാധിക്കും. ബാപ്പാടെ കൂടെ പോയി ആ സുജൂദ് റുക്കുവൊക്കെ പഠിച്ച്, അദബൊക്കെ പഠിച്ച്, പള്ളിയിലെ മര്യാദ പഠിച്ച്, എപ്പോ പോണോന്ന് പഠിച്ച്, ഇതിന്റെ പ്രാധാന്യം പഠിച്ച്, ഇതിന്റെ പ്രതിഫലം പഠിച്ചു വരുമ്പോ 55 വയസ്സുള്ള ഒരാളുടെ കൊല്ലം എത്രയെന്നറിയോ? 1600 1500 ചില്ലാനും കൊല്ലം കൊള്ള പ്രതിഫല. മറ്റേ സൂഫി ഖബറിസ്ഥാൻ സന്ദർശിക്കാൻ പോയത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ. അവിടെ ആയുസ് എത്ര എഴുതി വെച്ചത്? മുതുക്കന്മാരായ 80 വയസ്സ് മരിച്ചുപോയ ആളുടെ ആയുസ് അവിടെ എഴുതി വെച്ചത് എത്ര? 6-5. അതായത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ ചെയ്ത ആകെക്കാല. യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിലെ വിശ്വാസികളും ഒക്കെ നേടിയതിന്റെ വലിയ മഹത്വമുള്ള പ്രതിഫലം സ്വർഗത്തിന് കിട്ടാനും മാത്രവുമല്ല, അതിനേക്കാൾ അപ്പുറം ഈ കണക്ക് പ്രകാരം 1500 കൊല്ലം നമ്മൾ ജീവിക്കും. 60 ശരാശരി 55 വയസ്സിൽ അല്ലെ 60 വയസ്സിൽ മരിച്ചുപോയ ആളുടെ കാര്യമായിട്ടാണ് ഞാൻ പറയണേ. എന്നിട്ട് ഈ കണക്ക് മനസ്സിലാക്കാൻ നമ്മൾ മരിക്കണ വരെ നമ്മുടെ കണക്കപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് കളിക്കാൻ. മറ്റേ പൈസ വന്നില്ല, മറ്റവന്റെ പൈസ അവിടെ നിന്ന് ഇങ്ങോട്ട് കാർഗോ കയറ്റി വിട്ടിട്ട് ഇങ്ങോട്ട് ആ പൈസ ഇങ്ങോട്ട് വന്നിട്ടില്ല, മറ്റത് കിട്ടിയിട്ടില്ല. കാലത്തിന് ബാങ്ക് പോയി. ഈ ബാങ്ക് എന്തിന് ഇങ്ങനെ? ബോറ് കഴിഞ്ഞിട്ട് അത് അസറായുള്ളത്. അസറായി ശരിക്കും. ഒന്നുകൂടി നോക്കും, ആയി. 5 മിനിറ്റ് പരിപാടിക്കാണ്. ബാക്കി 1400 എത്രയാണ് ഒരു ദിവസത്തിലുള്ള മിനിറ്റ്? 1400 ചില്ലാനും മിനിറ്റ് ഉണ്ട്. അതിൽ അരമണിക്കൂർ പോണേല് വേവലാതിയുള്ള ആളുകളാ, ഞാനടക്കമുള്ള ആളുകൾ അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതിയില്ലേ പള്ളിയിലേക്ക് പോകാൻ? 1500 കൊല്ലം ജീവിച്ചൊരാളുടെ പ്രതിഫലം കിട്ടാൻ നമ്മൾ ചിന്തിക്കണോ? റസൂൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ ഉമ്മത്തിന്ന് ഉള്ള ആളുകളാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കാൻ. അവിടെ ചെല്ലുമ്പോ ആദ്യം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് റസൂൽ പറഞ്ഞത്?
വിചാരണ ആദ്യം എന്തിനെ കുറിച്ചാണ്? എത്ര ആലിമീങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, നിസ്കാരത്തെ കുറിച്ചല്ലേ ചോദിക്കുന്നത്? ആണ്. അവിടെ ചെല്ലുമ്പോ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ജീവിത കാലയളവിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂറിൽ അരമണിക്കൂർ കൊണ്ട് നിർവഹിക്കാവുന്ന ഈ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നതിൽ നീ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? നീ അതിന്റെ നിർവഹണം കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് തുടക്കം. പിന്നെ ചോദിക്കും മക്കളെ വളർത്തിയത്, ഭാര്യയോട് പെരുമാറിയത്, ഭർത്താവിനോട് പെരുമാറിയത്, അയൽപ്പക്കാരോട് പെരുമാറിയത്, ഹക്കും ബാത്തിലും തിരിച്ചുള്ള ജീവിതമായിരുന്നോ? ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞിരുന്നോ? അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നോ? ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചിരുന്നോ? മക്കളെ നന്നായി വളർത്തിയിരുന്നോ? ഇങ്ങനെ ചോദ്യങ്ങൾ അതിന്റെ പിന്നാലെ വരും. പക്ഷെ ഫസ്റ്റ് ചോദ്യം അവിടെ ഇങ്ങോട്ട് വെട്ടിട്ടാൽ എന്താ സ്ഥിതി? ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറയാം. റമദാൻ ഇനി വരാൻ കുറച്ച് ദിവസം, ഈ വെള്ളയിട്ട് നല്ല വലിയ ഫോമില് ഭയങ്കര വില കൂടിയ വസ്ത്രവും ഇതൊക്കെ ധരിച്ച് നമ്മളെ നടന്ന് പോകുന്ന എല്ലാവരെയും കൊണ്ടുപോയി ഇതൊക്കെ ഊരി വെച്ചിട്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ ചകിരിയിട്ട് ഉരച്ച് മൂക്കിലൊക്കെ വിരലിട്ട് വൃത്തിയാക്കി ഒന്ന് നന്നായിട്ട് ഗംഭീര കുളിപ്പിച്ച് 3 ഈ തുണിയിൽ പൊതിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി വെക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ വീട്, അത് ഈ വീടാണോ, ഏത് വീടാണോ, ലോകത്ത് ഏത് പള്ളിയാണോ നിങ്ങൾക്ക് കിട്ടുക, അവിടെ പോയി 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ജമാഅത്ത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 27 ദിവസമാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു മാസത്തിന്റെ അത്രയുണ്ട്. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടി വെക്കും. ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയാൽ എന്തായിരിക്കുമെന്ന്. ആ പള്ളിയിലേക്ക് ജമാഅത്തിൽ പോണതിനെ കുറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞ ലിക്കുല്ലി ഖത്വത്തിൻ ഇല സ്വലാത്തി സ്വദഖ. ശ്രദ്ധിച്ച സ്വദഖ എന്ന് പറഞ്ഞ പദം ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഒന്നുമില്ല, പക്ഷെ അവിടെ സ്വതക്കേണ്ടെന്നാ ലിക്കുല്ലി ഖത്വത്തിൻ ഇല സ്വലാത്തി സ്വദഖ. പള്ളിയിലേക്ക് നീ വെക്കുന്ന ഓരോ ഖത്വത്ത്, ഓരോ കാലടിയിലും സ്വതക്കേന്ന്, ഓരോ സ്വതക്കേന്ന്. അതിന് ചിലപ്പോ നമ്മുടെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പടച്ചോറിന്റെ വില നമ്മൾ കണക്കാക്കണ മൂല്യമായിരിക്കില്ല, വാല്യൂ ആയിരിക്കില്ല. ഓരോ കാലടിക്കും നിനക്ക് സ്വതക്കയുണ്ട് എന്ന്. പള്ളിയുടെ ശരിക്കും ഏറ്റവും കൂടുതൽ ആള് പള്ളിയിൽ വരേണ്ട സമയതാ. ഏത് വക്കത്തിനാണ് ഏറ്റവും കൂടുതൽ ആള് പള്ളിയിൽ ഉണ്ടാവേണ്ടത്? ജുമാക്കാന്ന ചില ആളുകൾ പറയണ സുബഹിക്ക്. അവിടെ ആരോ പറഞ്ഞു സുബഹിക്കാണ്. കാരണം ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ജോലിക്ക് പോണ്ട ആളുകളും വന്ന ആളുകൾ എല്ലാവരും ആ സമയത്ത് 2 റക്അത്ത്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പഠിപ്പിച്ചാണ്, ആര് സുബഹി നമസ്കരിക്കുന്നു അവൻ അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിലാണ്. പടച്ചോലെ, വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം, മക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു, വിവാഹം കഴിച്ച് മക്കൾ പോയി, മകള് ഗർഭിണിയാണ്, ഭാര്യക്ക് അസുഖമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിന്റെ കീഴിലാവുമ്പോ നമുക്ക് കിട്ടുന്ന ആത്മബലമുണ്ടല്ലോ. ആ ഗസയിലേക്ക് മക്കള് ബോംബിങ്ങിന്റെ നടുവിൽ അനുഭവിക്കുന്ന ദിമ്മത്തില്ല. നിങ്ങൾ ഓർക്കണ്ടോ? ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആൻ ഹാഫിളാക്കിയ, വെടിനിർത്തലുണ്ടായ ഏറ്റവും ചുരുങ്ങിയൊരു സമയം ഉണ്ടായല്ലോ. ആ സമയത്ത് ഹാഫിളായ കുട്ടികളടക്കമുള്ള മുതിർന്ന അടക്കമുള്ള ആളുകൾ അവിടെ സനത് സ്വീകരിച്ചത് ഗസയിൽ ഖുർആൻ പഠിച്ചിട്ട്. പടച്ചോനായിട്ടുള്ള ഒരു ബന്ധം അത് ഈ പള്ളിയിൽ വരുമ്പോ ഒരു മനുഷ്യന് കിട്ടണമെന്നതാണ്. അതാണ് ഒരു കാലടിയിൽ പോലും ഇതുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സുബഹി. ഇനി പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യം, മൻ സ്വല്ല സുബ്ഹ ഫിൽ ജമാഅ. ജമാഅത്തിലാണ് ഒരാൾ സുബഹി നമസ്കരിക്കുന്നതെങ്കിൽ, ഒരാൾക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകണം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, എപ്പോ പോകണം? ബാങ്ക് കൊടുത്ത് ഉടനെ ഇറങ്ങണം, എന്നാലാണ് ഈ തിരക്കുകൾക്ക് മുമ്പ് കോഴിക്കോട് എത്തുള്ളൂ. അപ്പൊ എന്ത് തീരുമാനിച്ചു? വീട്ടിൽ നിസ്കരിക്കുക. സ്ഥിരമായിട്ട് പള്ളി പോണ ഒരാളാണ് കേട്ടോ, അവിടെ ഉദുറുണ്ട്, ശരഈയായ കാരണമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പലതുകൊണ്ടും വരും, മാറ്റി നിർത്ത്. ആശുപത്രി കിടക്കുന്ന ഒരാൾ അവിടെ നിസ്കരിക്കേണ്ടത്. ജമാഅത്തിന് ഞാൻ നഴ്സിനോടും ഡോക്ടറോടും ചോദിക്കാൻ പറ്റുമോ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയി ജമാഅത്തൊക്കെ സ്കരിച്ചു 27 കൂലി? ഇല്ല, അവിടെ ശരഈയായ കാരണമുണ്ട്. അവനാ നിയ്യത്തുണ്ടെങ്കിൽ പടച്ചോനാ പ്രതിഫലം കൊടുക്കുന്നത്, അല്ലാഹു കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ പള്ളിയിൽ ആള് വരേണ്ടത് സുബഹിക്കാണ്. ഒരു തിരക്കില്ല.
നല്ലൊരു ശതമാനം 99.5% ആളുകൾ വീട്ടിലുള്ള സമയമാണ്. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ കൂലി? കഅന്നമാ ഖാമൽ ലൈല കുല്ലഹ. അങ്ങനെ നിസ്കരിച്ചവന്റെ പ്രതിഫലം എന്താ പറഞ്ഞത്? രാത്രി മുഴുക്ക നിസ്കരിച്ച ആളുടെ പ്രതിഫലം. അല്ലെ, നമുക്ക് രാത്രി എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ടോ? ഇല്ല. നിസ്കരിക്കുന്നവരുണ്ട്. മുഴുവൻ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ സാധ്യമാണ് മനുഷ്യനില്ല. രാത്രി അങ്ങനെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ഭക്തന്മാരായ ആളുകളുണ്ട്. നിസ്കരിക്കാത്തവർ മോശക്കാരെന്നുള്ള രൂപത്തിലല്ല ഞാൻ പറയുന്നത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇവിടെ റസൂലെന്ന് പറയാ, ഇമാമിന്റെ കീഴിൽ വന്ന 2 റക്അത്ത് വന്ന് നിസ്കരിച്ച് ആ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലി പ്രാർത്ഥിച്ച് പടച്ചവനോട് തനിക്കും ചുറ്റുമുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കഷ്ടപ്പെടുന്നവരെ ഓർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോണ ഒരു മനുഷ്യന്റെ പ്രതിഫലം എന്ന് പറയുന്നത് രാത്രി മുഴുക്ക നിസ്കരിച്ചോനെ. അല്ലെ, ഇശാ നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ ഒരു ഹദീസ് വന്നു. എന്താ? ആരെങ്കിലും ജമാഅത്തായി ഇശ നിസ്കരിച്ചാൽ, അതും നമുക്കറിയാം, ജോലി കഴിഞ്ഞ് വന്ന് TV ഓൺ ചെയ്ത് അവിടെ കിടക്കും, ബാങ്ക് അവിടെ മനോഹരമായിട്ട് കേൾക്കും. ബാങ്ക് കൊടുക്കുമ്പോ ആ ഭക്തി ഉള്ള ആളുകൾ ഇതും ഓഫ് ചെയ്യും. കാരണം ഈ ബാങ്ക് കൊടുക്കുമ്പോ TV വെക്കണം എങ്ങനെയെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ ശരി, പിന്നെ ജമാഅത്തിന് പോകൂല. അങ്ങനെ നിസ്കരിച്ചാൽ പകുതി, രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫല ഇശാക്കുന്ന. അപ്പൊ കണക്ക് കൂട്ടാൻ ഇതും കൂടി പഠിക്കണം. ഈ 27 ഇരട്ടിയുടെ പ്രതിഫലം എന്താണെന്ന് പഠിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം 2 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാ രാത്രി. എന്നിട്ട് കുളിക്കും, സുഗന്ധദ്രവ്യം പൂശും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. അല്ലെ, നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില പ്രത്യേകിച്ച് വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ ചിലർ ലുങ്കിത്തുണി എടുത്തിട്ട് അങ്ങ് പോവാം. ആരുടെ മുമ്പിലേക്ക് പോണ? അള്ളാഹിന്റെ മുന്നിൽ. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വരേണ്ട സ്ഥലം ഏതാ? പള്ളി. അല്ലേ? അപ്പൊ നമുക്കൊക്കെ ഡെയിലി എല്ലാ വെള്ളിയാഴ്ചയിലും തേച്ച് ഇട്ട് തേപ്പുകാരനാ പൈസയും കൊടുത്ത് വന്നോന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണോ ഈ വരണേ? അള്ളാഹിന്റെ വീട്ടിലേക്ക് മണവാളനെ പോലെ ചെല്ലണമെന്ന്. അപ്പൊ ഭാര്യ ഇമാം മാലിക്കിനോട് ചോദിക്കും, എങ്ങോട്ടാണ് ഈ ഒരുങ്ങി പോണത്? ഭയങ്കര ഒരുക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഊതിക്കൊടുത്തൊരു ആയത്ത് എന്താണെന്നറിയോ? നോക്കൂ, അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തെ കുറിച്ച് നീ പറയണം. പടച്ചോൻ തന്നെ അനുഗ്രഹം, അത് വസ്ത്രമായി, ആഹാരമായി, അണിഞ്ഞൊരുങ്ങലായി നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അത് ഏറ്റവും പ്രകടമായി. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ എന്ത് ചെയ്യണം? നല്ല ഡ്രസ്സിൽ പോകണം, ടിപ്പ് ടോപ്പായിട്ട് പോകണം. കല്യാണത്തിന് പോകുമ്പോ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കലില്ലേ? മക്കളൊക്കെ എന്താ ഒരുക്കല്? ആ ഓരോ കല്യാണത്തിനും ഓരോ ഡ്രസ്സ് നമ്മൾ മക്കൾക്ക് എടുത്തു കൊടുക്കും. എന്നിട്ട് അങ്ങോട്ട് കൂടി ചോദിക്കടാ, വാപ്പ ഇട്ടത് എങ്ങനെയുണ്ട്? ശരിയാണോ? ആ കൊള്ളാം വാപ്പ, നന്നായിട്ടുണ്ട്. ഉമ്മാടെ എങ്ങനെയുണ്ടടി? ആ ഉമ്മാടേയും കൊള്ളാം. എന്നിട്ട് നമ്മുടെയൊക്കെ പെണ്ണുങ്ങള് ഈ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ചോദിച്ചോ നിങ്ങൾ? അല്ല, നിങ്ങൾ വരുന്നില്ലേ? ഈ ഉപദേശമൊക്കെ കേൾക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എല്ലാ സഹാബി വനിതകളും പള്ളിയിലുണ്ടായിട്ടുണ്ടല്ലോ. ആ നിങ്ങൾ വരുന്നില്ലേ? പെണ്ണുങ്ങൾ ചോദിക്കും, എവിടെയൊക്കെ കല്യാണത്തിന് പോയി എന്നോ? നിങ്ങൾ ഒറ്റക്ക് പോയി തിന്നു പോന്നല്ലേ? എല്ലാരെയും കുടുംബസമേതം വിളിച്ചാലേ, നിങ്ങൾ എന്താ എന്നെ വിളിക്കാറുന്നേന്ന്? ഈ ഭർത്താക്കന്മാരെ പേടിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകല്ലേ? ആ മനോഹരമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ, വെള്ളയൊക്കെ ഇട്ട്, പാൻറ്റൊക്കെ ഇട്ട് ഇൻ ചെയ്ത് അണിഞ്ഞൊരുങ്ങി, ആ അത്ര ഇങ്ങോട്ട് തന്നേടി എന്ന് പറഞ്ഞ് ഈ ഭാര്യയുടെ അടുത്ത് തന്നെ ചോദിച്ചു. എന്നിട്ട് ഈ ഭാര്യനെ വിളിച്ചല്ല, നിനക്കിത് ബാധകം, നീ കേൾക്കട്ടെ. മക്കളെങ്ങനെ വളർത്തണമെന്ന് ഞാൻ മാത്രം പഠിച്ചാ പോരോ? ഭർത്താവിനോട് എങ്ങനെ അനുതാപത്തോടെ പെരുമാറണമെന്ന് ഞാനല്ല പഠിക്കുന്നത്, നീയല്ലേ പഠിക്കണ്ടേ? ഈ അയൽപ്പക്കക്കാരോട് ഇടപഴകുന്നതും സംസാരിക്കുന്നതും അവരുമായിട്ട് സഹവസിക്കുന്നതും സഹവർത്തിത്വത്തിൽ ഏർപ്പെടുന്നതും നീയല്ലേ? ആ അയൽപ്പക്കക്കാരോടുള്ള ബാധ്യതയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ മാത്രം കേട്ടാ പോരോ? നിനക്ക് കേൾക്കണ്ടേ? ചോദിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ? ചോദിച്ചില്ല. ഇനി ചില ഭർത്താക്കന്മാര് ചോദിച്ചു കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾക്ക് അതാണ് ഇഷ്ടക്കേട്. പള്ളി പോണു, പാത്രം കഴുകിയിട്ട് തീർന്നിട്ടില്ല. ഒരു കാലത്തും തീരൂല നിങ്ങളുടെ പാത്രം കഴുകി. മനസ്സിലായോ? നിങ്ങൾ വീട്ടിലിരുത്തിക്കോ നിങ്ങളുടെ പെണ്ണുങ്ങളെ. ഒരൊറ്റ ഇതിന്റെയൊക്കെ ഫലം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ആ പരാതി ഓരോന്ന് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോ അറിയാം.